നമസ്കാരം, ഗുഡ് ഈവനിംഗ് പ്രിയ പ്രേക്ഷകർക്ക് ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. രാഹുൽ ഗാന്ധി റായ്ബറേലി മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. എല്ലാ അഭ്യൂഹങ്ങൾക്കും വിരാമം ഇട്ടുകൊണ്ട് ഇന്നാണ് ഔദ്യോഗിക പ്രഖ്യാപനം വന്നത്. അവസാന നിമിഷം വരെ രാഹുൽ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു സസ്പെൻസ് സൂക്ഷിക്കാൻ കോൺഗ്രസിനായി. അപ്പോൾ ഹിന്ദി ഹൃദയഭൂമിയിലേക്ക് രാഹുൽ ഗാന്ധി വരുമ്പോൾ എന്ത് മാറ്റമുണ്ടാകും? രാഹുലിൻ്റെ റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിത്വം മറ്റ് മണ്ഡലങ്ങളിലെ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. റാവു, എന്ത് തോന്നുന്നു? രാഹുൽ റായ്ബറേലിയിൽ മത്സരിക്കുന്നു, എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും രാഹുൽ അവിടെ മത്സരിക്കുമ്പോൾ? ഹിന്ദി ഹൃദയഭൂമിയിൽ മത്സരിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ തീരുമാനം ഉറപ്പായിട്ടും ആ പാർട്ടിയെ സഹായിക്കുന്നതാണല്ലോ. അത് അതിന് വലിയ പരിക്കുണ്ടാക്കാൻ പോകുന്ന ഒന്നല്ല. രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കുക തന്നെ വേണം താനും. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ മാത്രം മത്സരിച്ചാൽ പോരാ, ഹിന്ദി ഹൃദയഭൂമിയിൽ മത്സരിക്കുകയും അവിടെ കരുത്ത് തെളിയിക്കുകയും ചെയ്യുക എന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നായകരൂപങ്ങളെ തേടുമ്പോൾ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ആ നിലയ്ക്ക് ആ ചോയ്സിനെയും തീരുമാനത്തെയും സമ്മതിക്കണം. പക്ഷേ ഇത് സസ്പെൻസ് നിലനിർത്താൻ കോൺഗ്രസിനായി എന്നൊക്കെ രേഷ്മ പറഞ്ഞാൽ സസ്പെൻസായിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. പക്ഷേ ആളുകൾ പൊതുവെ അതിനെ കാണുന്നത് കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തിനകത്തെ ഒരു ദുർബലത എന്ന നിലയ്ക്കാണ്. കാരണം വയനാട് സീറ്റിനൊപ്പം തന്നെ ഞാൻ വിചാരിക്കുന്നത് റായ്ബറേലിയിലായാലും അമേഠിയിലായാലും അവിടുത്തെ മത്സര തീരുമാനം പ്രഖ്യാപിക്കണമായിരുന്നു എന്ന് മാത്രമല്ല, അതൊരു ഒരു വലിയ പരിപാടിയായിട്ട് അയാളുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും അവിടെ വലിയ ഒരു ഗ്രാൻഡ് ലോഞ്ച് എന്നൊക്കെ പറയും, അത് സംഘടിപ്പിക്കണമായിരുന്നു. ഇതിന്നിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസവും അവസാനത്തെ സമയമാണ്. ആ സമയത്തിന് തൊട്ട് മുൻപ് വരെ സസ്പെൻസ് നിലനിർത്തുക. എന്തിനാണ് ആ സസ്പെൻസ്? എന്തിനാണ് ആ സസ്പെൻസിനുള്ള ഗുണം? എന്താണ്? പ്രത്യേകിച്ചൊന്നുമില്ല. അതൊരു വാർത്തയാ നിമിഷം വരെ നിൽക്കുന്നില്ലേ? അല്ല, അതിന് മുമ്പ് ചെയ്യാമായിരുന്നു. അത് രാഹുൽ ഗാന്ധി പേടിച്ചോടുന്നില്ല. വയനാട്ടിൽ മാത്രമല്ല, മറിച്ച് ഞങ്ങൾ ഇവിടെ മത്സരിക്കുകയാണ്. ഇത്ര ഘട്ടം പിന്നിട്ടു. പ്രചരണത്തിന് ഇത്രയും കാര്യങ്ങൾ മുന്നോട്ട് പോയി. പ്രധാനമന്ത്രി അദ്ദേഹത്തിന് പ്രസംഗിക്കാനുള്ള സംഗതികൾ മുഴുവൻ പ്രസംഗിച്ചു പോവാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഇങ്ങനെ ഒരു ലാഗ് ഉണ്ടാക്കുന്നത് തീരുമാനം എടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. ആൻഡ് ഫൈനലി എവിടെയാണ് മത്സരിക്കാൻ പോകുന്നത്? റായ്ബറേലിയിലാണ്. കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മണ്ഡലം രാഹുൽ ഗാന്ധി ചൂസ് ചെയ്യാണ്. അദ്ദേഹം എന്തുകൊണ്ട് അമേഠിയിൽ മത്സരിക്കുന്നില്ല? അതൊരു പ്രധാന ചോദ്യമാണല്ലോ. അമേഠിയിൽ മത്സരിക്കുമ്പോഴല്ലേ അദ്ദേഹം കുറച്ചൊരു ചലഞ്ച് എടുക്കുന്നത്, മത്സരം എടുക്കുന്നതായിട്ട് ഫീൽ ഉണ്ടാക്കുക. അപ്പോൾ അവിടെ മത്സരിക്കാൻ അദ്ദേഹത്തിന് കോൺഫിഡൻസ് കുറയുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് കോൺഫിഡൻസ് കുറയുന്നത്? അതൊരു പ്രധാന ചോദ്യമാണ്. 2019 അവിടെ തോറ്റതിന് ശേഷം രാഹുൽ ഗാന്ധി എത്ര തവണ അമേഠിയിൽ പോയിട്ടുണ്ട്? അടുത്ത തവണയും അവിടെ മത്സരിക്കേണ്ടതുണ്ട്. ആ മണ്ഡലം തിരികെ പിടിക്കണമെന്ന ഉദ്ദേശത്തിൽ കോൺഗ്രസ് അവിടെ എന്ത് പണിയെടുത്തിട്ടുണ്ട്? 2014 സ്മൃതി ഇറാനി ആദ്യം തോൽക്കുകയും ഇദ്ദേഹം ജയിക്കുകയും ചെയ്യുന്നത്. അതിനുശേഷം തോറ്റ സ്മൃതി ഇറാനി അമേഠി വിട്ട് പോവുകയല്ല ചെയ്തത്. അവരവിടെ കേന്ദ്രീകരിച്ച് പണിയെടുത്തു. 10-20 വമ്പൻ പരിപാടികൾ അവിടെ സംഘടിപ്പിച്ചു, വീട് വെച്ചു. ജനങ്ങളുമായി നിരന്തരമായി സംവദിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ ഇടപെടുകയും ചെയ്തു. 2019 അവർ വിജയിച്ചു. 2019 വിജയിക്കുമ്പോൾ രാഹുൽ ഗാന്ധി തോൽക്കുന്നു. ആ തോറ്റ രാഹുൽ ഗാന്ധി അമേഠിയിൽ ഈ 5 വർഷത്തിനിടയ്ക്ക് 1-2 തവണയാണ് പോയത്, മാക്സിമം 2 തവണ. ആ 2 തവണയും വേറെ വലിയ പരിപാടികൾക്ക് പോയതാണ്. രാഹുൽ ഗാന്ധി എന്ന നേതാവായി കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് അദ്ദേഹം അവിടെ പോയില്ല. ജനങ്ങളോട് കഴിഞ്ഞ തവണ വോട്ട് തേടിയ ആൾ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന സന്ദേശം കൊടുത്തില്ല. ഏത് വലിയ വിപത്തിൻ്റെ കാലത്തും നെഹ്റു കുടുംബത്തോട് അനുഭാവമുള്ള 2 മണ്ഡലങ്ങൾ അമേഠിയും റായ്ബറേലിയിലും. എന്ത് വികസനത്തെക്കുറിച്ചല്ല ആളുകൾ സംസാരിക്കുന്നത്, രാഷ്ട്രീയത്തെക്കുറിച്ചല്ല. നെഹ്റു കുടുംബത്തിലെ ആളുകളുണ്ടെങ്കിൽ അവരെ വിജയിപ്പിച്ചു വന്ന ചരിത്രമുള്ള സ്ഥലം. അവിടെ അദ്ദേഹത്തിന് കുറച്ചുകൂടി കേന്ദ്രീകരിക്കാമായിരുന്നു, അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സഹോദരനായ സഞ്ജയ് ഗാന്ധി മത്സരിച്ച് ജയിക്കുകയും തോക്കുകയും ചെയ്തിട്ടുള്ള മണ്ഡലമാണ് അത്. അപ്പം അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സഹോദരൻ സഞ്ജയ് ഗാന്ധി ഒരു വലിയ ഒഴുക്കിൻ്റെ കാലത്ത് 79 അവിടെ തോറ്റുപോയതിന് ശേഷവും സഞ്ജയ് ഗാന്ധി പലതരത്തിൽ കുപ്രസിദ്ധനായിട്ടുള്ള ജനവിരുദ്ധ സമീപനങ്ങൾ എടുക്കുകയും ജനങ്ങൾക്ക് അത്ര വലിയ പോപ്പുലറായിട്ടുള്ള നേതാവൊന്നും ആയിരുന്നില്ല. അദ്ദേഹം പോലും അവിടെ പോയി ആളുകളുമായിട്ട് പിന്നീടുള്ള 5 വർഷം പണിയെടുത്തിന് അടുത്ത വർഷം വീണ്ടും വിജയിക്കുന്നു, അടുത്ത തവണ വീണ്ടും വിജയിക്കുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധി അമേഠിയെ ഉപേക്ഷിച്ച് പോവുകയാണ്. അത് ഞാൻ ഇനി ഇവിടെ നിന്നാൽ ജയിക്കില്ല. അവിടെ ജയിക്കാൻ എന്ത് ജോലി ചെയ്തു എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഇല്ല. അപ്പോൾ ഇതാ പ്രശ്നം. ഒരു തവണ. അപ്പോൾ അടുത്ത 2019 തോറ്റതിന് ശേഷം 2024 നമ്മുടെ പ്രധാനപ്പെട്ട മുഖമായ രാഹുൽ ഗാന്ധി എവിടെയാണ് മത്സരിക്കേണ്ടത്? BJPക്ക് പ്ലാൻ ഉണ്ടല്ലോ. അടുത്ത തവണ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ എവിടെയൊക്കെ ആയിരിക്കണം മോദി മത്സരിക്കേണ്ടത്, അതിന് നമുക്ക് എന്തൊക്കെ ഗ്രൗണ്ട് വർക്ക് വേണം. അങ്ങനെ ഒരാലോചന ഉണ്ടായില്ല.
2019 തോറ്റ രാഹുൽ ഗാന്ധി 2024 അമേഠി തിരിച്ചു പിടിക്കണം, അതിന് നമുക്ക് ഗ്രൗണ്ടിൽ പണിയെടുക്കണമെന്ന ഒരു ദീർഘദൂര പദ്ധതിയില്ല, അതിനുവേണ്ടി ആലോചനയില്ല. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം പോലും വന്നതിന് ശേഷമാണ് റായ്ബറേലിയിലും അവിടെയും ഇവിടെയൊക്കെ ആര് മത്സരിക്കണമെന്ന ആലോചന തുടങ്ങുന്നത്. അതിന് ഫൈനലി ഒരു തീരുമാനം എടുക്കും. ഇങ്ങനെ ഏറ്റവും അവസാനത്തെ മൊമെൻറ്റിലാണ് ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നത്. ഞാൻ വിചാരിക്കുന്നത് ഈ തീരുമാനം, ഇത്രയും സസ്പെൻസ് എന്ന് പേരിട്ട് വിളിക്കപ്പെടുന്ന ഈ തീരുമാനത്തിന് പിന്നിൽ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തിൻ്റെ ദുർബലതയുണ്ട്. അമേഠി എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്ന് രാഹുൽ ഗാന്ധിക്ക് മാറിപ്പോവേണ്ടി വരുന്നത് പോലും ഒരു പ്രായോഗിക രാഷ്ട്രീയക്കാരൻ. രാഹുൽ ഗാന്ധി ഒരു മോശം രാഷ്ട്രീയക്കാരാണെന്ന് ഞാൻ പറയുന്നത്. രാഹുൽ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയം എന്താണെന്ന് തിരിച്ചറിയുന്ന, ഇന്ത്യൻ സിറ്റുവേഷൻ എന്താണെന്നും ഇന്ത്യൻ സാമൂഹിക ഘടനയെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്ന വിഷം എന്താണെന്നും ശരിയാവണ്ണം തിരിച്ചറിഞ്ഞ പ്രതിപക്ഷ ജയിലിലെ ഏറ്റവും പ്രധാന രാഷ്ട്രീയക്കാരനോ കോൺഗ്രസിലെ ഏറ്റവും നന്നായി മനസ്സിലാക്കിയ ആളോ അയാളാണ്. അതൊരു തർക്കമില്ല. പക്ഷെ പ്രായോഗിക രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് അമേഠി വിട്ടുപോകേണ്ടി വരുന്നത് അദ്ദേഹത്തിൻ്റെ പരാജയമാണ്. അദ്ദേഹം സ്വയം എടുത്തണിയുന്ന തോൽവിയാണത്. അങ്ങനെയല്ല ഈ പുതിയ കാലത്ത് പ്രവർത്തിക്കേണ്ടത് എന്ന കാര്യം കൂടി നമ്മൾ വെളിപ്പെടുത്തരുന്നുണ്ട്. എനിവേ, റായ്ബറേലി ചൂസ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ തീരുമാനം, കോൺഗ്രസിൻ്റെ തീരുമാനം, ഉത്തരേന്ത്യയിൽ മത്സരിക്കാനുള്ള തീരുമാനം ഗുണപരമായ ഒന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സർ, ഈ വൈകിപ്പിക്കൽ, ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനുള്ള വൈകിപ്പിക്കൽ കോൺഗ്രസിന് ദോഷം ചെയ്യുമോ? ഇന്ന് തന്നെ ഇപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. അതായത് നേരത്തെ ഇവർ തുടക്കം മുതൽ പറഞ്ഞത് ഉത്തരേന്ത്യയിൽ നിന്ന് രാഹുൽ ഒളിച്ചോടി വയനാട്ടിലേക്ക് പോയി എന്നായിരുന്നു. പക്ഷേ ഇന്ന് പ്രധാനമന്ത്രി പറയുന്നത് അമേഠിയിൽ നിന്ന് ഒളിച്ചോടിയത് രാഹുൽ റായ്ബറേലിയിലേക്ക് പോകുന്നു എന്ന് പറയുന്നു. അത് കോൺഗ്രസിന് എങ്ങനെയാണ് അതിനെ ബാധിക്കുക? അത് മാത്രമല്ല, വയനാട്ടുകാർ ഇത്തവണ 2 വോട്ട് ചെയ്യേണ്ടി വരില്ലേ? നമുക്ക് രശ്മി, ഈ പ്രധാനമന്ത്രി എന്തു പറയുന്നു എന്നുള്ളത് നമ്മളൊരു വിശകലനത്തിന് എടുത്തു കഴിഞ്ഞാൽ അതിൽ പ്രത്യേകിച്ച് നമുക്ക് ഒരു കാര്യമുണ്ടല്ലോ. അദ്ദേഹം ഈ ഒളിച്ചോടി എന്ന് പറയുന്നത് സോണിയാഗാന്ധിയെക്കുറിച്ച് പറയുന്നുണ്ട്. സോണിയാഗാന്ധി ഒളിച്ചോടി, രാജസ്ഥാനിലേക്ക് ഒളിച്ചോടി, രാജ്യസഭയിലൂടെ വന്നു. നമുക്ക് സോണിയാഗാന്ധി ആരോഗ്യ പ്രശ്നമുള്ള ഒരാളാണ്, പ്രായമായൊരു സ്ത്രീയാണ്, ആരോഗ്യ പ്രശ്നമുള്ള ആളാണെന്ന് ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നിട്ട് പോലും അദ്ദേഹം എത്ര പുച്ഛമായ ഭാഷയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് കാര്യമില്ല. ഇന്നിപ്പോൾ നമ്മൾ വരുമ്പോൾ അസം മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാൻ ഏറ്റവും പറ്റിയ സ്ഥലം പാകിസ്ഥാനാണ്, അവിടെ പോയി മത്സരിച്ചാൽ നല്ല ഇഷ്ടംപോലെ വോട്ട് കിട്ടുന്നതാണ്. ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വമാണ് അവിടെ ഉള്ളത്. നരേന്ദ്രമോദിക്ക് ഇത് പറയാനുള്ള അവകാശമില്ല. നരേന്ദ്രമോദി തന്നെ ആദ്യമായിട്ട് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ 2014 എവിടെയൊക്കെയാണ് മത്സരിച്ചത്? വഡോദരയിൽ മത്സരിച്ചിട്ടുണ്ട്, വാരണസിയിലും മത്സരിച്ചിട്ടുണ്ട്. എന്തിനാണ്? വഡോദരക്കാരെ പേടിച്ചിട്ടാണ് പുള്ളി വാരണസിയിലേക്ക് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരുക്കന്മാരായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയി ആദ്യം മത്സരം 57 മത്സരം 3 മണ്ഡലങ്ങൾ മത്സരിച്ചിട്ടുണ്ട്. പിന്നീടാണ് ഈ മത്സരിക്കുന്ന മണ്ഡലങ്ങളുടെ എണ്ണം 2ആയിട്ട് ഈ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിൽ ഭേദഗതി വരുത്തി 2ആയി ചുരുക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ലഖ്നൗവിൽ മത്സരിച്ചിട്ടുണ്ട്, യുപിയിൽ തന്നെ മറ്റൊരു സീറ്റിൽ വിദിഷ എന്ന് പറഞ്ഞിട്ട് ഒരു സീറ്റിൽ മത്സരിച്ചിട്ടുണ്ട്. LK അദ്വാനി 2 സീറ്റിൽ മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ LK അദ്വാനി ഗാന്ധിനഗറിൽ മത്സരിക്കുന്നു, ന്യൂഡൽഹിയിൽ മത്സരിക്കുന്നു. അപ്പോൾ ഗാന്ധിനഗറിൽ, മോഡിയുടെ നാടായ ഗാന്ധിനഗറിൽ ആളുകൾ പേടിച്ചിട്ട് LK അദ്വാനി ഓടിപ്പോയതാണ് ഡൽഹിയിലേക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അത് പല കാരണങ്ങളുണ്ടാവും. പിന്നെ ഒന്നാമത് നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ 2-3 വർഷം മുമ്പ് ഒരു BJP-കാരൻ തന്നെ അശ്വിനി കുമാർ ഉപാധ്യായ സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തിരുന്നു, ഈ പ്രൊവിഷൻ ഒഴിവാക്കണം. ഒന്നിൽ കൂടുതൽ വൺ പേഴ്സൺ 1 വോട്ട് എന്നതുപോലെ തന്നെ 1 കാൻഡിഡേറ്റ് 1 സീറ്റ് എന്നുള്ള നിലയിൽ മാറ്റണം എന്ന് പറഞ്ഞിട്ട് DY ചന്ദ്രചൂഡിന് മുമ്പിലാണ് ഹർജി വരുന്നത്. അദ്ദേഹം അത് പരിഗണിച്ചിട്ട് പറഞ്ഞത് ഇത് ഞങ്ങളുടെ വ്യൂവിൽ അധികാര പരിധിയിൽ വരുന്നതല്ല, പാർലമെൻറ്റാണ് ഇത് പരിഗണിക്കേണ്ടതെന്ന് പറഞ്ഞു. പക്ഷെ അതേസമയം ഒരാശയം ഉണ്ട്, ഈ ഇലക്ഷൻ കമ്മീഷന് മുമ്പ് തന്നെയും ഒരാശയമുണ്ട്. ഇങ്ങനെ 2 സീറ്റിൽ മത്സരിച്ച് കഴിഞ്ഞാൽ, ഒരാൾ 2 സീറ്റിൽ മത്സരിക്കുന്നു, 2 സീറ്റിലും വിജയിക്കുന്നു, അങ്ങനെ വരുമ്പോൾ ഒരിടത്ത് വീണ്ടും ഇലക്ഷൻ നടത്തേണ്ടി വരുമല്ലോ, അതിൻ്റെ ചിലവ് ആ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ അയാളുടെ പാർട്ടി വഹിക്കണം എന്ന് പറഞ്ഞൊരു പ്രപ്പോസലുണ്ട്. ആ പ്രപ്പോസൽ വളരെ നല്ലൊരു പ്രപ്പോസലാണെന്ന് അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. അപ്പം ഒന്ന്, ആളുകൾക്ക് 2ഇടത്ത് മത്സരിക്കാൻ നിയമം അനുവദിക്കുന്നുണ്ട്. പിന്നെ മത്സരിക്കുന്നത് ചിലപ്പം തോൽവി ഭയം ഒരു ഘടകമായിരിക്കും. അതേക്കാൾ പ്രധാനപ്പെട്ട ഒരു ഘടകമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ മുമ്പ് പറഞ്ഞാണ്, ഒരു സ്ഥലത്ത് മത്സരിക്കുക എന്ന് പറയുമ്പോൾ ആ സീറ്റിൽ വിജയിക്കുക എന്നുള്ളത് മാത്രമല്ല, അതിന് രാഷ്ട്രീയമായ വേറെ ചില ഉന്നങ്ങളുണ്ടാവും. ഇപ്പോൾ ഇന്ദിരാഗാന്ധി ദക്ഷിണേന്ത്യയിലെ സീറ്റ്, ഇപ്പോൾ മേഡകിൽ തെലങ്കാനയിലും റായ്ബറേലിയിലും മത്സരിച്ചിട്ടുണ്ട്. സോണിയാഗാന്ധി ബെല്ലാരിയിലും അമേഠിയിലും മത്സരിച്ചിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഒരു മെസ്സേജാണത്. സൗത്തിലെയും നോർത്തിലെയും ഒരു സീറ്റിൽ മത്സരിക്കുന്നു. ഇങ്ങനെയുള്ള പല നിലക്കുള്ള രാഷ്ട്രീയ സന്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ളത് അതിനകത്തുണ്ട്. അപ്പോൾ അതും ആളുകൾ എടുക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നരേന്ദ്രമോദി ഉന്നയിച്ചിട്ടുള്ള വിമർശനങ്ങളിലൊന്നും ഒരു കഴമ്പുമില്ല. അദ്ദേഹം നമുക്കറിയാം അടുത്ത ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ആ മനുഷ്യൻ
പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്നിട്ട് താൻ എന്താണ് ചെയ്തത്, താൻ എന്ത് സേവനമാണ് ഈ രാജ്യത്തിന് ചെയ്തത് എന്നതിനെക്കുറിച്ച് ഒരക്ഷരം പറയുന്നില്ല. ഈ മാതിരി കാര്യങ്ങളല്ലാതെ പാകിസ്ഥാൻ, രാജകുമാരൻ, മുസ്ലിങ്ങൾ, ഇതല്ലാതെ മറ്റൊന്നും പുള്ളിക്ക് പറയാനില്ല. ആ ഒരു ഫ്രസ്ട്രേഷൻ വരുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതേസമയം നമ്മൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന്, കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോൾ നിഷാദ് പറഞ്ഞ പോലെ ഇതിൽ ഈ പറഞ്ഞ സൈക്കോളജിക്കലായിട്ടുള്ള, മനഃശാസ്ത്രപരമായിട്ടുള്ള ചില പിഴവുകൾ, പാളിച്ചകൾ കോൺഗ്രസിന് പറ്റിയിട്ടുണ്ട്. ഒന്നാമത്തെ പാളിച്ച ഞാൻ പലവട്ടം പറഞ്ഞതാണ്. ഈ പറയുന്ന വയനാട്ടിൽ മത്സരിക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് തന്നെ ഒന്നാമത്തെ പാളിച്ചയാണ്. അമേഠി ഒഴിവാക്കുന്നു എന്നുള്ളത് എഗൈൻ ഒരു പാളിച്ചയാണ്. കാരണം അതിൽ ഇത് കിടക്കുന്നുണ്ടല്ലോ, അവിടെ പോയാൽ ഞാൻ ജയിക്കില്ല എന്ന ഭയം രാഹുൽ ഗാന്ധിയെ വേട്ടയാടുന്നു എന്ന് ആളുകൾ ചിന്തിക്കാൻ അതിടയാക്കും. അല്ലെങ്കിൽ ലീഡർ എന്ന് പറയുമ്പോൾ, ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ മുമ്പിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കണം. പ്രയാസകരമായ സാഹചര്യത്തിലും മോശം കണ്ടീഷൻ ഉണ്ട് എന്ന് വിചാരിക്കുന്ന മണ്ഡലത്തിലാണെങ്കിലും ഇത് ഞാൻ ഫൈറ്റ് ചെയ്യും, ഞാനത് തിരിച്ചു പിടിക്കാൻ പോവുകയാണ് എന്നൊരു സന്ദേശം അണികൾക്കും ജനങ്ങൾക്കും കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണല്ലോ. അപ്പോൾ അത് കൊടുക്കുന്നതിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടിട്ടുണ്ട്. രാഹുൽ ഗാന്ധി എപ്പോഴും എളുപ്പമുള്ള സ്ഥലങ്ങളിലേക്ക്, എളുപ്പമുള്ള പോരാട്ടങ്ങളിലേക്ക് പോകുന്നു, പ്രയാസകരമായ പോരാട്ടങ്ങൾ ഒഴിവാക്കുന്നു എന്നൊരു സന്ദേശം അതിനകത്തുണ്ട്. അപ്പോൾ നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നേതാക്കന്മാരെ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രസിഡൻഷ്യൽ ഇലക്ഷൻ അല്ല എന്നിട്ട് പോലും പൊതുവെ അതിൻ്റെ ഒരു രീതി രണ്ട് നേതാക്കളെ, പ്രധാനപ്പെട്ട നേതാക്കളെ കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മുൻനിർത്തുന്ന നേതാവ് സാഹസികനായ ഒരു നേതാവാണ്, ധീരമായി പോരാടുന്നൊരു നേതാവാണ് എന്നൊരു സന്ദേശം കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അത് നൽകുന്നതിൽ രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് സെലക്ഷൻ, ഈ കോൺസ്റ്റിറ്റ്യുവൻസി സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും പാളിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് അമേഠിയിൽ ഫൈറ്റ് ചെയ്യുന്ന രാഹുൽ ഗാന്ധിയാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് പ്രവർത്തകർക്കൊക്കെ വലിയ ആവേശം നൽകുന്നുണ്ട്. കോൺഗ്രസ് വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. അപ്പോഴും അമേഠി എന്തുകൊണ്ട് വിട്ടു, ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്തുകൊണ്ട് ഇത്ര വൈകി എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്.